ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി 23 വയസ്സായ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. ഗർഭസ്ഥ സമയത്ത് ആ പെൺകുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നു, അതിശക്തമായി മഞ്ഞപ്പിത്തം. ആ കുഞ്ഞിനെയും ഉമ്മാനെയും രക്ഷപ്പെടുത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. 23 വയസ്സായ പൊന്നുമോളെ ഓപ്പറേഷൻ ചെയ്തു, ബോധം കെടുത്തി അനസ്തേഷ്യ കൊടുത്തു. പക്ഷേ പിന്നെ ആ പൊന്നിന്റെ ബോധം തെളിഞ്ഞില്ല. 6 മാസം കടന്നു 23 വയസ്സായ പൊന്നു പെങ്ങൾ, ആ 23 വയസ്സായ പുണ്യപങ്ങൾ 6 മാസത്തോളം ആ കിടത്തം കിടന്നു. 6 മാസത്തിന് ശേഷം അള്ളാഹുവിലേക്ക് തിരിച്ചുപോയി, റബ്ബിലേക്ക് തിരിച്ചുപോയി. ആ ജനാസ 3 ശീലയിൽ പൊതിഞ്ഞ് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കിടത്തിയപ്പോ ആ ഉമ്മാന്റെ വയറ്റിൽ നിന്നെടുത്ത പൈതലില്ലേ, ഒരു ചെറിയ പൈതൽ, ആ പൈതൽ ആരാണി കിടക്കുന്നറിയാത്ത പൈതൽ, ആ പൈതലിനെ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സ്ത്രീകൾ എടുത്തു കൊണ്ടുവന്നു. കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞു കൊണ്ടെടുത്ത് കൊണ്ടുവന്ന് ചലനവച്ച് കിടക്കുന്ന 23 വയസ്സായ പൊന്നുമ്മാന്റെ അടുത്ത് കിടത്തി. അല്പനേരം ഒന്ന് കിടത്തിയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് ആ പൈതലിന്റെ ശരീരം, ആ പൈതലിന്റെ മൂക്ക് ഉമ്മാന്റെ കവളത്തൊന്ന് അമർത്തി കൊടുത്തു. ഉമ്മാന്റെ മൂക്കിന്റെ അടുത്ത് ആ പൈതലിന്റെ മുഖമൊന്ന് അമർത്തി കൊടുത്തു. കണ്ടു നിന്നവർ പൊട്ടിക്കരയാത്ത ഒരാളും ഉണ്ടാവില്ല. ആ കുഞ്ഞിനകത്തേക്ക് കൊണ്ടുപോയി കരച്ചിലോടെ ആ ഉമ്മാനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഉമ്മ യുവതികളോട് പറയുന്നുണ്ടാകും, വേഷഭൂഷാദികൾ റസൂലുള്ളാഹിനെ മറക്കരുത്, സംസാരങ്ങളിൽ റസൂലുള്ളാഹിനെ മറക്കരുത്. ദുനിയാവിൽ പണമുണ്ടാകും, ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് ഭർത്താവ് പണം തരുന്നുണ്ടാകും, എല്ലാ സൗകര്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. പക്ഷേ എല്ലാം അഴിച്ചു മാറ്റി ഏത് പ്രായത്തിലാണ് റബ്ബിലേക്ക് പോവുക എന്നറിയില്ല പെങ്ങളെ. അതുകൊണ്ട് ആ സമയത്ത് നിന്റെ കൂടെ നിൽക്കാൻ അള്ളാഹിന്റെ റസൂലേ ഉണ്ടാകൂ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ മറന്ന് സഞ്ചരിക്കരുത് പെൺകുട്ടികളെ എന്ന 23 വയസ്സായ പൊന്നുമോള് നാട്ടിലുള്ള പെൺകുട്ടികളോട് മുഴുവനും പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ എന്റെ ഉമ്മമാരോട് ഏത് സമയത്താണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് നമുക്കറിയില്ല. ഏത് സമയത്ത് വിളിക്കുമ്പോഴും നമുക്ക് പോകണം പുഞ്ചിരിയോടെ, ലോകത്തിന്റെ നേതാവിനെ കണ്ട മുഖത്തോടെ, ഹബീബിനെ ഖബറിൽ കാണാനുള്ള അത്യാഗ്രഹത്തോടെ നമുക്ക് ഈ ഭൂമിയോട് യാത്ര പോകണം. നമുക്ക് ഖബറിൽ കിടക്കണം. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞല്ലോ, ബിലാലുൽ മുഅദ്ദിൻ ലോകത്തോട് വിട പറയാൻ നേരം അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബി ബിലാൽ ലോകത്തോട് വിട പറയുമ്പോ ഭാര്യ കണ്ണീര് വറുത്തുകൊണ്ട് വാ ബിലാല, എന്റെ ബിലാലിന്റെ ദുഃഖമേ എന്ന് പറഞ്ഞപ്പോ ഭാര്യയുടെ തലയിൽ തലോടി സക്കറാത്തിന്റെ നേരത്തെ ബിലാല് പറഞ്ഞ ഒരു വാക്കുണ്ട്, പറയണ്ട ഭാര്യ എന്റെ ദുഃഖമേ എന്ന് പറയരുത്, ഞാൻ ഇന്ന് സന്തോഷത്തിലാണ്, വേണമെങ്കിൽ ഭാര്യ നീ പറഞ്ഞോ വാ ത്വറബാ, ബിലാലിന്റെ ആഹ്ലാദമേ എന്ന് പറഞ്ഞോ. എന്റെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദമുള്ള ദിവസം ഇന്നാണ്. കാരണം എന്തെന്നറിയോ, ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ എന്റെ റസൂലുള്ളാഹിനെ കാണാൻ പോകും. വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്ന് എന്നെ പിരിഞ്ഞ എന്റെ മാണിക്കക്കല്ലിനോടുകൂടെ നാളെ എന്റെ ജീവിതം ചേരും. എനിക്ക് ദുഃഖമാണ്, എനിക്കെന്ത് വേദനയാണ്. കണ്ണടക്കാൻ നേരത്തെ റസൂലുള്ളാഹിനെ ഓർത്ത് പുഞ്ചിരിച്ച സ്വഹാബത്തിന്റെ ആ ഒരു ഉത്തമമായ സംസ്കാരം ഉമ്മമാരെ നമ്മളിൽ ഉണ്ടാകണം. നമ്മളെ പിശാച് പിന്നോട്ട് വലിക്കുകയാണ്, പിശാച് പിന്നോട്ട് വലിക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും അള്ളാഹുവിന്റെ ഹബീബിനെ കൈയൊഴിയുകയാണ്. ഒരു ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പോലും എന്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടം വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കലാണ്. അതുകൊണ്ട് എന്റെ റസൂലുള്ളാഹിന്റെ ഇഷ്ടം ഞാൻ ചെയ്യട്ടെ എന്ന് ചിന്തിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ തന്റെ വലത്തെ കൈ കൊണ്ടൊന്ന് വെള്ളം കുടിച്ചു നോക്ക്. ആ വെള്ളം കുടിക്കുമ്പോ ചിന്തിക്കണം, അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടം ഇതാണ്. നമ്മളെ മനസ്സ് നിറയും, ആനന്ദം നിറയും. കാരണം എന്റെ നേതാവിന്റെ ഇഷ്ടത്തിനാണ് ഞാൻ വെള്ളം കുടിച്ചത്. അപ്പൊ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ ഒരാണിന് കഴിയില്ല, ഒരു പെണ്ണിന് കഴിയില്ല. ഇന്ന് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടാനുണ്ട്. ആ ഭക്ഷണം എത്രയാ നമ്മൾ വെറുതെയാക്കി കളയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഗസ്സയുടെ കണ്ണുനീരിന്റെ കഥ നമ്മൾ കേട്ടു. തുടക്കത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ ഇന്ന് ഇവിടെ ചിരിക്കുമ്പോ ഗസ്സയിലെ പാവങ്ങൾ പൊട്ടിക്കരയുകയാണ്. അവർക്ക് മനസ്സമാധാനമില്ല. ഏത് സമയത്താണ് നെതന്യാഹുവിന്റെ മിസൈൽ വരിക എന്നോർത്തുകൊണ്ട് അവര് കഴിയുകയാണ്. ഒരു ഉമ്മ പ്രസവിച്ചാൽ ആ പ്രസവിച്ച കുഞ്ഞിനെ ഉമ്മ വാരി പുണർന്ന് പൈതലിനോട് പറയാണ്, പൊക്കൾ കൂടി മുറിയും മുമ്പ് പൈതലിനോട് ഉമ്മ പറയാണ്, മോനെ എപ്പോഴാണ് ഇസ്രായേലിന്റെ മിസൈൽ വരിക എന്നറിയില്ല, പൈതലിന്റെ കുഞ്ഞിക്കാലുകൾ ചിന്ന ഭിന്നമാവുന്നതെന്നറിയില്ല. അതുകൊണ്ട് കാണുന്നിടത്തോളം കാണാം, അല്ലെങ്കിൽ ഈ ഉമ്മാക്ക് പൈതലിന്റെ സ്വർഗത്തിൽ അള്ളാഹു തരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രസവിച്ച കുഞ്ഞിന്റെ കവളത്തുമ്മ കൊടുക്കുന്ന ഹോസ്പിറ്റൽ കൊണ്ടുപോയി പോലും മിസൈലിട്ടുകൊണ്ട് അവിടെ കിടക്കുന്ന രോഗികളും പൈതങ്ങളും ചിന്ന ഭിന്നമാകുന്ന ദുഃഖകരമായ
മനോഹരമായ കാഴ്ച. അവിടെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലോ അവർക്ക് ഭക്ഷണം വേണ്ട, ഒരു തുള്ളി വെള്ളമെങ്കിലും തരുമോ എന്ന് ചോദിച്ച കണ്ണീര് വാർക്കുന്ന ആ ഗസ്സയിലെ പാവങ്ങളായ മക്കളെ ഓർക്കുമ്പോ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം റസൂലുള്ളാഹിന്റെ ശാപം ഇറങ്ങുന്ന, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന പ്രവർത്തനങ്ങളാണോ? ഒരു കല്യാണം നമ്മളെ വീട്ടിൽ നടക്കുമ്പോ റസൂലുള്ളാഹി ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ ഹറാമുകളാ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഓർക്കണം, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഭർത്താവ് അമ്മോശൻ കാക്ക പുതിയ ആപ്പിളിന്റെ കൈ പിടിച്ച് ആദ്യം പറയുന്ന ഒരു വാക്ക് ഉസവ്വിജുക അലാ മാ അമറല്ലാഹ്. മോനെ, ഞാൻ എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരുന്നത് അവളെ എനിക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അവൾക്ക് വേണ്ടുന്ന ജീവിത സൗകര്യം ഒരുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. പിന്നെ എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അവൾക്ക് ഭർത്താവിന്റെ പ്രായമായാൽ ഉചിതമായൊരു ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. എന്റെ റബ്ബിനെ പേടിക്കുന്നവര് മുഅ്മിനായതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുക മാത്രമാണ് ഞാൻ. അതുകൊണ്ട് എന്നെ മോളെ നീ നോക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മീസാഖൻ ഖലീലയായ ബലിഷ്ഠമായ പ്രതിജ്ഞാ കരാർ നടക്കുന്ന കല്യാണ പന്തൽ, ആ കല്യാണ പന്തലിൽ പോലും ഗാനമേളകളും കൂത്താട്ടങ്ങളും അർദ്ധനഗ്നകളായ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ആഹ്ലാദിക്കുകയും തിമിർക്കുകയും അത് കണ്ടെത്താൻ വേണ്ട തരത്തിന് നമ്മളെ യുവാക്കളെ പ്രചോദനം നൽകുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ എങ്ങനെയാണ് നമ്മളെ കുടുംബത്തിൽ സന്തോഷമുണ്ടാവുക? എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക? ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പെണ്ണും ഭർത്താവും ഭാര്യയും ഒരു നിമിഷം ചിന്തിക്കേണ്ടത്, എനിക്ക് മനസ്സമാധാനം തരേണ്ടത് അല്ലാഹുവാണ്. എന്റെ മനസ്സമാധാനം തകർക്കാൻ ഒറ്റ നിമിഷം കൊണ്ട് എന്റെ റബ്ബിന് കഴിയും. അതുകൊണ്ട് എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്ത ഒന്നും, റസൂലുള്ള പൊരുത്തപ്പെടാത്ത ഒന്നും കല്യാണ പന്തലിൽ ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് ഭാര്യ ചിന്തിക്കണം, ഭർത്താവ് ചിന്തിക്കണം, അവരുടെ കുടുംബക്കാര് ചിന്തിക്കണം. നിങ്ങൾക്കറിയോ, വയനാടിന്റെ മണ്ണിൽ നൂറുകണക്കിന് വീടുകൾക്കാണ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു ആ കുടുംബത്തിന് ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് നൂറുകണക്കിന് വീടുകൾക്കാണ് അവിടെ തറയിട്ടത്. അത് കണ്ടുകൊണ്ട് ആ വീടിന്റെ തറക്കല്ലിടുമ്പോ അത് കണ്ടുകൊണ്ട് പുഞ്ചിരിക്കുന്ന ഉമ്മമാർ, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ ഉമ്മമാർ, അവരാരാണ്? അവര് വീടില്ലാത്തവരാണോ? അല്ല, അവർക്കുമുണ്ടായിരുന്നു വീട്, അവർക്കുമുണ്ടായിരുന്ന സൗകര്യം. ഒറ്റ രാത്രി ഒരു മലവെള്ളപ്പാച്ചിലാണ്, ആ മല പൊട്ടി ഒറ്റ രാത്രി കൊണ്ട് അവരെ വീടുകളും മുതലുകളും തകൃതിയായി. ഇന്നവർ മറ്റുള്ളവനോട് എനിക്കൊരു വീട് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. പണം നമ്മളെ കയ്യിലുണ്ടെന്ന് കരുതി കല്യാണ പന്തലിൽ അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്തത് ചെയ്യുന്നവരെ മിശാർദ നേരം കൊണ്ട് നമ്മളെ സമ്പത്ത് തകർക്കാൻ പടച്ച റബ്ബിന് കഴിയും. മറ്റൊന്നവന്റെ മുമ്പിൽ പോയി കൈകാട്ടുന്നവനാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് കഴിയും. അതുകൊണ്ട് കല്യാണത്തിന്റെ പേരിലും നമ്മളെ മക്കളുടെയോ പേരമക്കളെയോ കല്യാണം നടക്കുമ്പോ അള്ളാഹ് പൊരുത്തപ്പെടാത്തത് ചെയ്യരുതേ. കാലം മാറിയിരിക്കുകയാണ്. ആര് എന്ത് വേണ്ടാത്തരം ചെയ്യാനും പറയാൻ പറ്റാത്ത ഒരു കാലത്ത് ഒരു കാര്യം ഓരോരുത്തരും അവനവന്റെ ശരീരത്തിനെ കുറിച്ച് ആലോചിക്കുക. അള്ളാഹു എന്നെ ശപിക്കുമോ? റസൂലുള്ള എന്നെ ശപിക്കുമോ? നാളെ ഞാൻ മരിക്കുമ്പോ എനിക്കൊരു തുള്ളി വെള്ളം തരേണ്ട റസൂലുള്ള എന്നോട് വെറുപ്പ് കാണിക്കുമോ? അതുകൊണ്ടില്ല, ഞാൻ എന്റെ റൂഹുള്ളിടത്തോളം കാലം അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒന്നും എന്റെ വീട്ടിലെ കല്യാണത്തിൽ ഞാൻ കൊണ്ടുവരില്ല എന്ന് തീരുമാനിക്കാൻ ഓരോരോ കുടുംബവും തീരുമാനിച്ചാൽ നിങ്ങളാണ് വിജയികൾ.